ഹലോ, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു സൺഡേ വ്ളോഗാണ്. രാവിലെ തന്നെ നല്ല മഴയായിരുന്നു. എണീറ്റ് വന്നപ്പോൾ തന്നെ നല്ല മഴയാണ് കണി. എന്നും രാവിലെ നേരത്തെ എണീറ്റാൽ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലാപ്ടോപ്പ് ഓണാക്കിയിട്ട് ഒന്നെങ്കിൽ കിസാൻ കൃഷിദീപോ അല്ലെങ്കിൽ സഞ്ചാരോ അതിവിടെ മസ്റ്റാണേ. എന്താണെന്നറിയില്ല, അതൊക്കെ കാണുമ്പോൾ രാവിലെ തന്നെ നല്ലൊരു ഫീലാണ് കേട്ടോ. പിന്നെ നമ്മുടെ പല്ലുതേപ്പൊക്കെ കഴിഞ്ഞു. ഇന്ന് രാവിലെ ദോശയും ചമ്മന്തിയായിരുന്നു. രാവിലെയും ഉച്ചയ്ക്കായാലും രാത്രിയായാലും നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പഴയ സിനിമ കാണുക എന്നുള്ളത് ഇപ്പോൾ ഒരു ശീലമായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സിനിമ നരനാണ്. എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒരു ഫുഡ് പേജ് ഉണ്ട്. അപ്പോൾ അതിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബീഫ് റോസ്റ്റാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എനിക്ക് പേഴ്സണലി ബീഫ് അത്ര ഇഷ്ടമല്ല കേട്ടോ, പക്ഷെ എൻ്റെ ഹസ്ബൻഡിന് നല്ല ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ ബീഫൊക്കെ വാങ്ങിയതാ മഴയത്ത് തിരിച്ചു വന്നു. ഹായ് മോമോഷ്, ഇതാണ് മോമോ. ഞങ്ങൾ സ്റ്റെയറിൻ്റെ അടുത്താണ് മോമോൻ്റെ കൂട്. അപ്പോൾ ഞങ്ങൾ സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴും കയറുമ്പോഴും ഉറങ്ങിക്കിടക്കുന്ന മോമോനെ ജസ്റ്റ് ഒന്ന് തട്ടി വിളിച്ചിട്ടേ ഞങ്ങൾ പോവാറുള്ളൂ. പിന്നെ ഇതാണ് നമ്മുടെ ചെറിയ ഗാർഡൻ. ഒരുപാട് പൂക്കളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ മഴ പെയ്ത് ഇപ്പോൾ ഒന്നുമില്ല, വെറും ഇലകൾ മാത്രമായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ജസ്റ്റ് അതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ അതാ നമ്മൾ ബീഫ് കട്ട് ചെയ്യണേ. വളരെ ചെറിയൊരു പീസ് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. അതിതാ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. 2 റെസിപ്പി ഉണ്ടാക്കുന്നുണ്ട്, അതിൽ ഒന്നേ ഞാനിതിൽ കാണിക്കുന്നുള്ളൂ. ഇനി നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പാട്ട് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? വളരെ പാട്ട് പാടി ആസ്വദിച്ചിട്ടാണ് എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ബീഫ് കട്ട് ചെയ്ത് തന്നത്. ബീഫ് ഇതാ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് വാഴേൻ്റെ ഇലയിലൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ആ ഒരു കളർ കോമ്പിനേഷൻ കാണാൻ. പിന്നെ ഈ ബീഫ് റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നത് വെച്ചാൽ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തു. അത് ബീഫിലേക്ക് ചേർത്തിട്ട് മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഗരം മസാലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു 30 മിനിറ്റ് ഇതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പം ഞങ്ങൾ പോയിട്ട് കുളിച്ചിട്ട് വരാം. കുളിയൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ വീണ്ടും സൺഡേ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുമിച്ചുള്ളതുകൊണ്ട് ഞങ്ങൾ രാവിലെ നേരത്തെ ചായ കുടിച്ചാണല്ലോ. അപ്പോൾ ഏകദേശം ഒരു 11 മണി 11:30 ആകുമ്പോൾ ഞങ്ങൾ വീണ്ടും ഒരു സിനിമയൊക്കെ കണ്ടിട്ട് ഒന്നുകൂടെ ചായ കുടിക്കും. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞു. അപ്പോഴേക്കും ബീഫിലെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ശേഷം ഇതിനെ നമുക്ക് കുക്കറിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് കുറച്ച് വിസിലടിക്കട്ടെ. അപ്പോഴേക്കും കുറച്ച് തേങ്ങാക്കൊത്തും ചെറിയുള്ളിയും കൂടി ഒന്ന് നന്നാക്കി എടുക്കാം. അപ്പോൾ ബീഫ് ഒരു 5 വിസിലടി 5 ബീഫ് ഒരു 10 വിസിലടി. ഈ കുക്കർ ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോണ്ടല്ലോ നല്ല അടിപൊളി സ്മെല്ലാണ്. നമുക്കിത് ഇങ്ങനെ വേണമെങ്കിൽ ഇപ്പോൾ പൊറോട്ടേൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ടേസ്റ്റ് നോക്കാൻ പറയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ടേസ്റ്റ് ഉണ്ട്, എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് റോസ്റ്റാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കുറച്ച് വലിയ ജീരകവും ചെറിയുള്ളിയും കറിവേപ്പിലയും തേങ്ങാക്കൊത്തും പിന്നെ ചില്ലി ഫ്ലേക്സും ഇതെല്ലാം വെളിച്ചെണ്ണ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബീഫ് ഓൾറെഡി വെന്തതാണല്ലോ, അതുകൊണ്ട് ഇനി നമുക്ക് അധികം നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി വേണോ ആ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിത് നന്നായിട്ട് നല്ല തിക്കായിട്ടൊന്ന് ഗ്രേവി ആക്കി എടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചധികം കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി വീണ്ടും ഒരു 1 അവർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. കാരണം നമുക്ക് ഫുഡ് കഴിക്കാനായിട്ടില്ല. ഫുഡ് കഴിക്കാൻ ഇനിയും സമയമുണ്ടല്ലോ. അപ്പം നമുക്ക് കുറച്ചു നേരം മഴ ആസ്വദിക്കാം. നല്ല മഴയായിരുന്നു കേട്ടോ. കുറച്ച് നേരത്തെ മഴ ആസ്വദിക്കലൊക്കെ കഴിഞ്ഞിട്ടതാ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഫൈനലി നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടച്ചു വെച്ച ബീഫിൻ്റെ പാത്രം നമ്മൾ തുറന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അപ്പം ഞാൻ വീണ്ടും അതിനൊരു വാഴേൻ്റെ ഇലയിലേക്ക് മാറ്റി. അപ്പോൾ അതിലേറെ അടിപൊളിയായിരുന്നു. ഇനി നമുക്ക് ചോറ് വിളമ്പാം. രണ്ട് പ്ലേറ്റിലും ചോറെടുത്തു. ബീഫുള്ള പ്ലേറ്റ് എൻ്റെ ഹസ്ബൻഡിനും ബീഫില്ലാത്ത പ്ലേറ്റ് എനിക്കും. കാരണം എനിക്ക് ബീഫ് അത്ര ഇഷ്ടമല്ല കേട്ടോ, അതുകൊണ്ടാണ്. പിന്നെ ഞങ്ങൾ വീണ്ടും ഒരു സിനിമയൊക്കെ കണ്ടിട്ട് ഇതാ ഫുഡ് കഴിക്കുകയാണ്. അങ്ങനെ സിനിമ കാണലൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഏകദേശം ഒരു വൈകുന്നേരം ആയിട്ടുണ്ട്. ഞങ്ങൾക്കൊരു റീൽസ് എടുക്കാനുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ സൺഡേ ആണ് കേട്ടോ ഞങ്ങൾ ഒരുവിധം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയിട്ട് ഒരു റീൽസ് എടുത്തു.
അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ്. ഇനി ഞങ്ങൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ വെറുതെ ഒന്ന് പുറത്തു കൂടെയൊക്കെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. മഴയല്ലേ, അപ്പോൾ കോട്ടൊക്കെ ഇട്ടിട്ട് വെറുതെ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്നുള്ള പ്ലാനിലായിരുന്നു. പക്ഷേ അപ്പോഴേക്കും മഴയൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ കുറച്ച് ആലുവ പുഴയൊക്കെ ഉള്ള ഏരിയ ഉണ്ടല്ലോ, അപ്പോൾ ജസ്റ്റ് അവിടേക്കൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ മഴ പെയ്തില്ല, എന്നാലും ഞങ്ങൾ ഇറങ്ങി. ഈ പാലം ഏതാണെന്ന് നിങ്ങൾക്കറിയോ? ഇത് പ്രേമ മൂവിത്തെ ആ പാലാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതാ ഈ പുഴേൻ്റെ അടുത്ത് വന്നിരുന്നു. ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങോട്ട് വരാറുണ്ട്. അവിടെ നല്ലൊരു വൈബുള്ള ഒരു സ്ഥലമാണ് ഇത്. ഗൈസ്, ഇതാണ് ആലുവ പുഴ. മഴയത്ത് വെറുതെ ഒന്ന് കറങ്ങാൻ വിചാരിച്ച് വന്നതാണ്, പക്ഷേ മഴയില്ല. ഇവിടെ ഉണ്ടല്ലോ കുറേ ഈ റംബൂട്ടാനില്ലേ, അതുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. മൊത്തം വീട് കിടക്കുന്നുണ്ട്. ഈ ഒരു ഏരിയയിൽ ഒരുപാട് റംബൂട്ടാൻ്റെ മരമുണ്ട്. അപ്പം നമുക്ക് ഇഷ്ടമുള്ളൊരു സാധനം, എനിക്ക് റംബൂട്ടാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതിങ്ങനെ വീണ് ചളി പിളിയായി കിടക്കണ കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു സാധനം ഉണ്ടാവുമല്ലോ. പെട്ടെന്നാണ് ഓർമ്മ വന്നത്, ആലുവ അമ്പലല്ലേ, അവിടെ ഒന്ന് പോയി നോക്കട്ടെ. അവിടുന്ന് നേരെ ആലുവ അമ്പലത്തിലേക്കാണ് വന്നത്. ഇവിടെ പുഴയും അതായത് അമ്പലത്തിൻ്റെ സൈഡും ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഇതായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് നല്ല അത്ഭുതത്തിൽ നോക്കി നിൽക്കായിരുന്നു. അപ്പോൾ ഒരാളുണ്ട് അവിടുന്ന് കൂളായിട്ട് അവിടെ നിന്ന് കുളിക്കുന്നു. അപ്പോൾ ആ ആളാണ് കേട്ടോ വരുന്നത്. ഈവനിങ് സമയത്ത് അവിടെ ഒരുപാട് ആൾക്കാർ ഓൾറെഡി നടക്കാൻ വരാറുണ്ടല്ലോ. പിന്നെ ഈ വെള്ളം കൂടെ ഉള്ളതുകൊണ്ട് കുറച്ച് ആൾക്കാർ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. മൊത്തം വെള്ളം. ഇവിടെ വെള്ളം മൊത്തമായിട്ട് കയറുന്ന സമയമുണ്ടല്ലോ, പക്ഷെ ഞങ്ങൾക്ക് ഇത് ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ്. അമ്പലത്തേക്ക് കയറിയിട്ടില്ല കേട്ടോ, ഞങ്ങൾ ജസ്റ്റ് അതിന്റെ പുറത്തു കൂടെയൊക്കെ നടന്നു. എന്തായാലും നല്ല അടിപൊളി, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതിങ്ങനെ ആസ്വദിച്ച് നിൽക്കുന്ന സമയത്താണ് മഴ പെയ്തത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ മഴ കൊള്ളാൻ വേണ്ടിയിട്ടാണ് പുറത്തോട്ട് ഇറങ്ങിയത്. എന്തായാലും പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ ഒരു ഹെവി മഴ തന്നെ കൊണ്ടു കേട്ടോ. എന്തായാലും മഴയൊക്കെ അല്ലേ, പോയിട്ട് ഒരു പഴംപൊരിയും ചായയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ വാങ്ങി. പഴംപൊരി അല്ല കേട്ടോ, പഴം വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് മഴ കൊണ്ടുപോവാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ കറക്കം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നല്ല ചൂടുള്ള ഹോർലിക്സും നമുക്ക് പഴംപൊരി ഉണ്ടാക്കിയാലോ. എൻ്റെ ഹസ്ബൻഡിന് പഴംപൊരി നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇടയ്ക്ക് ഞങ്ങൾ പഴംപൊരി ഉണ്ടാക്കാറുണ്ട്. പഴംപൊരി ആദ്യമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നിയായിരുന്നു. പിന്നെ ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഈ പഴംപൊരി ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത്ര വലിയ റിസ്ക്കുള്ള കാര്യമൊന്നുമല്ലല്ലോ. എനിക്ക് ഈ ഹോട്ടലിൽ നിന്നൊക്കെ, അതായത് ഇപ്പോൾ ഈ പുറത്ത് കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പഴംപൊരിനേക്കാളും ഇഷ്ടം വീട്ടിലുണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മാവിൽ മുക്കിയിട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണേ. ചെറിയ പഴംപൊരിയാണേ, അപ്പോൾ അതെല്ലാം നല്ല എണ്ണയിലൊക്കെ കിടന്ന് തിളച്ച് നല്ല ഉണ്ടകളായി വന്നിട്ടുണ്ട്. അങ്ങനെ ഫൈനലി നമ്മുടെ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഹോർലിക്സ് ആണ്. അപ്പോൾ പഴംപൊരിയും നല്ല ചൂടുള്ള ഹോർലിക്സും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ല മഴയൊക്കെ ആസ്വദിച്ച് നല്ല ചൂടോടെ തന്നെ കഴിക്കാവുന്നതാണ്. അപ്പം ഞങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു യൂട്യൂബേഴ്സ് ഉണ്ട്. അപ്പം ഞങ്ങൾ അവരെ വ്ളോഗ് കാണുകയാണ്. പഴംപൊരിയുടെ കൂടെ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയിട്ടുള്ള ബീഫ് റോസ്റ്റും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് അതും കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നത്. അതിൻ്റേതായിട്ടുള്ള കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.